നമസ്കാരം, ഞാൻ യോഗ മാസ്റ്റർ സാം. പല കാരണങ്ങളാൽ നമുക്ക് ഉണ്ടാകാവുന്ന കാൽമുട്ട് വേദന, അത് ചിലപ്പോൾ പ്രായത്തിൻ്റെ ഭാഗമായിട്ടാവാം, ചിലപ്പോൾ ഡീജനറേഷൻ്റെ ഭാഗമായിട്ടാവാം, ചിലപ്പോൾ ചില ഇഞ്ചുറീസ് സംഭവിച്ചതിൻ്റെ ഭാഗമായിട്ടാവാം, ചിലപ്പോൾ നമ്മളുടെ കാഫ് മസിൽസോ അതുപോലെ തന്നെ ഹിപ്പിലോ അല്ലെങ്കിൽ തായ്സിലോ ഉണ്ടാകുന്ന കഞ്ചൻഷൻ്റെ ഭാഗമായിട്ടാവാം. എന്തായാലും അത്തരത്തിലെല്ലാം ഉണ്ടാകുന്ന മുട്ടുവേദനയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത്. എന്നിരുന്നാലും ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അസ്വസ്ഥത അനുഭവപ്പെടുകയാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാതിരിക്കുക, ഒരു ഡോക്ടറുടെ ഉപദേശത്തോടെ തേടുക. അതുപോലെ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല വ്യത്യാസം ഉണ്ടാകുന്നുണ്ടെങ്കിൽ യോഗയിൽ അത് നന്നായി ഓവർകം ചെയ്യാൻ പറ്റുന്നതാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ കൂടുതലായിട്ട് നമ്മൾ ഒരു തെറാപ്യൂട്ടിക് യോഗ അറിയാവുന്നവരുടെ അടുത്തുനിന്ന് കൃത്യമായിട്ട് പരിശീലിക്കുകയാണെങ്കിൽ അതിൽ നല്ല വ്യത്യാസം ഉണ്ടാക്കാൻ കഴിയും, അല്ലെങ്കിൽ മാറ്റിയെടുക്കാൻ തന്നെ പലപ്പോഴും കഴിയും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യാം. നമുക്ക് ആരംഭിക്കാം. നടു നിവർത്തിയിരിക്കുക, കാൽ രണ്ടും നിവർത്തി വയ്ക്കുക. നമ്മളുടെ കാൽമുട്ട് നിവർന്നിരിക്കണം. എന്നിട്ട് ടോസ് കുറച്ച് ഉള്ളിലേക്ക് പുള്ള് ചെയ്യുക, നമ്മളുടെ നീട ഭാഗത്തേക്ക് പുള്ള് ചെയ്ത് പിടിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ കാഫിലും തായ്സിലും ആ സ്ട്രെച്ച് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതിനുശേഷം ആദ്യം നമ്മളുടെ കാലൊന്ന് ഉള്ളിലേക്ക് മടക്കുക. കുറച്ച് സമയം വേണമെങ്കിൽ അവിടെ ഇരിക്കാം കേട്ടോ. ഈ പോസ്റ്ററൊക്കെ നമുക്ക് കുറച്ച് നേരം വേണമെങ്കിൽ അവിടെ സ്റ്റേ ചെയ്യാവുന്നതാണ്. പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ വീഡിയോയിൽ നമ്മളിത് ജസ്റ്റ് കവർ ചെയ്ത് പോവാണ്. നിവർത്തുക, ലെഫ്റ്റ് ലെഗ് മടക്കുക, നിവർത്തുക, റൈറ്റ് ലെഗ് ബാക്കിലേക്ക് മടക്കുക, നിവർത്തുക, ലെഫ്റ്റ് ലെഗ് ബാക്കിലേക്ക് മടക്കുക, നിവർത്തുക, റൈറ്റ് ലെഗ് എൽ ഷേപ്പിൽ ബാക്കിലേക്ക് മടക്കുക, ഫ്രണ്ടിലൊരു എൽ ഷേപ്പ് വരുന്ന പോലെ. ഗുഡ്. നിവർത്തുക, ലെഫ്റ്റ് ലെഗ് എൽ ഷേപ്പ് വരുന്ന പോലെ വീണ്ടും മടക്കുക, നിവർത്തുക, വീണ്ടും റൈറ്റ് ലെഗ് ഉള്ളിലേക്ക് മടക്കുക. ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ലെഫ്റ്റ് ടോ ഹോൾഡ് ചെയ്യാൻ നോക്കുക. നമ്മുടെ കാഫിലും തായ്സിലും വീണ്ടും ആ സ്ട്രെച്ച് കിട്ടും. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഹിപ്പിന്റെ ഭാഗം കൊണ്ട്, നീ കൊണ്ട്, അതുപോലെ തന്നെ തായ്സിലും കാഫിലും ഉണ്ടാവുന്ന കംപ്രഷൻ കൊണ്ടും കഞ്ചഷൻ കൊണ്ടും ഉണ്ടാവുന്ന പെയിൻ പോലും റിലീസ് ചെയ്യപ്പെടും ഈ ഒരു സീക്വൻസ് ചെയ്യുമ്പോൾ. മെല്ലെ കാല് ചേഞ്ച് ചെയ്യുക, ടോസ് ഹോൾഡ് ചെയ്യുക റൈറ്റ് ഹാൻഡ് കൊണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കുക, നമുക്ക് പറ്റുന്നത്ര ഫ്രണ്ടിലേക്ക് മടങ്ങിയാൽ മതി. പക്ഷേ നമ്മുടെ ഫ്രണ്ടിലെ കാൽമുട്ട്, അതായത് നമ്മൾ നിവർത്തി വെച്ചിട്ടുള്ള കാൽമുട്ട് ഒരിക്കലും മടങ്ങരുത്. നിവർത്തുക, റൈറ്റ് ലെഗ് ഉള്ളിലേക്ക് മടക്കി വയ്ക്കുക. ഹോൾഡ് വിത്ത് യുവർ ലെഫ്റ്റ് ഹാൻഡ് ഓൺ ദ ലെഫ്റ്റ് ടോ. നിവർത്തുക, ചേഞ്ച്, നിവർത്തുക, റൈറ്റ് ലെഗ് ബാക്കിലേക്ക്, ഹോൾഡ് ഓൺ ദ ടോ വിത്ത് യുവർ ഹാൻഡ്. നിവർത്തുക, കാല് ചേഞ്ച് ചെയ്യുക, ഹോൾഡ് ഓൺ ദ ടോ. നിവർത്തുക, കാല് നിവർത്തി വയ്ക്കുക, റൈറ്റ് ലെഗ് ബാക്കിലേക്ക് എൽ ഷേപ്പ്, നിവർത്തുക, ലെഫ്റ്റ് ലെഗ് നിവർത്തുക. ഇനി അടുത്തത് നമ്മൾ ഇത്രയും സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ഇതിൻ്റെ നമ്മുടെ ഒരു മൂന്നാമത്തെ സീക്വൻസിലേക്ക് പോയാൽ മതി. ആദ്യം റൈറ്റ് ലെഗ് ഉള്ളിലേക്ക് മടക്കുക, രണ്ട് കൈകളോണ്ടും കൂടെ ടോ ഹോൾഡ് ചെയ്യാൻ നോക്കുക. നിവർത്തുക, കാല് ചേഞ്ച് ചെയ്യുക, നിവർത്തുക, റൈറ്റ് ലെഗ് ബാക്കിലേക്ക് രണ്ട് കൈ കൊണ്ടും കൂടെ ഹോൾഡ് ചെയ്യുക. നിവർത്തുക, കാല് നിവർത്തുക, ചേഞ്ച്, നിവർത്തുക, കാല് നിവർത്തുക, ദെൻ എൽ ഷേപ്പ്, കൈകളുകൊണ്ട് ഹോൾഡ് ചെയ്യുക, നിവർത്തുക, കാല് ചേഞ്ച് ചെയ്യുക, നിവർത്തുക. ഇത്രയും കഴിഞ്ഞാൽ വലത് കാല് മെല്ലെ വീണ്ടും ഉള്ളിലേക്ക് മടക്കി വയ്ക്കുക. മെല്ലെ നമ്മളുടെ രണ്ട് എൽബോസ് ബാക്കിലായിട്ട് താഴെ. അപ്പോൾ നമ്മുടെ തായ്സിൻ്റെ മുകളിൽ നമുക്ക് ആ സ്ട്രെച്ച് ഫീൽ ചെയ്യാൻ പറ്റും. സ്ട്രെച്ച് നമുക്ക് ഈ ഒരു പൊസിഷനിൽ കിട്ടുന്നില്ലെങ്കിൽ കിട്ടുന്ന വരെ നമുക്ക് താഴേക്ക് പോവാം. ഇനി ഇതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ആ സ്ട്രെച്ച് കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ വരെ പോയാലും മതി. സ്ലോലി കമാ, മെല്ലെ നിവരുക, ചെയിൻ ലെഗ്, മെല്ലെ എൽബോ താഴെ വയ്ക്കുക, നിവരുക, രണ്ട് കാലം മെല്ലെ നിവർത്തുക. ഇത് കഴിഞ്ഞാൽ കിടന്നിട്ടുള്ളൊരു പോസ്റ്ററും കൂടിയാണ് നമുക്ക് ട്രൈ ചെയ്യാനുള്ളത്. റിലാക്സേഷൻ ആണ്. റിലാക്സ് ചെയ്യുമ്പോഴും നമുക്ക് നീക്ക് വേണ്ടിയിട്ട് അങ്ങനെ റിലാക്സ് ചെയ്യാം. സോ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. എന്നിട്ട് ആസ് യൂഷ്വൽ നമ്മുടെ റിസൾട്ട് നമ്മളായിട്ട് ഷെയർ ചെയ്യുക. അത് ഇവിടെ മെസ്സേജായിട്ടോ അല്ലെങ്കിൽ കമൻ്റ് ആയിട്ടോ ഷെയർ ചെയ്യാം. അതിനോടൊപ്പം തന്നെ ഇതിൽ ഫർദർ ട്രീറ്റ്മെൻറ്റ് നമ്മളുടെ ഭാഗത്ത് നിന്ന് ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇതുപോലെ കൂടുതൽ തെറാപ്യൂട്ടിക് യോഗ വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരും. താങ്ക് യു.